ഈ 2 വർഷം മുമ്പേ കണ്ട പേഷ്യൻ്റ് ഞാനിപ്പോൾ ഒരു മാസം മുമ്പേ വീൽ ചെയറിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. കൈ ഭയങ്കര സ്റ്റിഫാണ്, കൈ അനങ്ങുന്നില്ല, കാല് മുട്ട് വളഞ്ഞിരിക്കുകയാണ്, തീർത്തും നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി. ഹൂസ് ടു ബി ബ്ലെയിംഡ്? ആരാണ് ബ്ലെയിം ചെയ്യാനുള്ളത്? ആ പേരൻസ് ആണോ, അല്ല കുഞ്ഞാണോ, എടുത്ത ട്രീറ്റ്മെൻ്റ് ആണോ? ഈ 2 വർഷം മുമ്പേ കണ്ട പേഷ്യൻ്റ് ഞാനിപ്പോൾ ഒരു മാസം മുമ്പേ വീൽ ചെയറിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാനിപ്പോൾ അടുത്തിടെ കണ്ട ഒരു പേഷ്യൻ്റാണ്. ഒരു 12-13 ഇയേഴ്സ് ഒരു പെങ്കൊച്ച് പേരൻസ് കൊണ്ടുവന്ന് എന്നെ ആദ്യമേ കാണുന്ന ഒരു 2 വർഷം മുമ്പേ ആണ്. പേഷ്യൻറ്റിന് അന്ന് വന്നപ്പോൾ കൈക്കും കാലിനും നീരും വേദനയായിട്ടാണ് വന്നത്. അന്ന് നടന്നു വന്ന പേഷ്യൻ്റ് എൻ്റെ അടുത്തിരുന്ന് ഞങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അസുഖത്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഡയഗ്നോസിസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് ഡയഗ്നോസ് ചെയ്ത് മരുന്നും സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. ഈ 2 വർഷം മുമ്പേ കണ്ട പേഷ്യൻ്റ് ഞാനിപ്പോൾ ഒരു മാസം മുമ്പേ വീൽ ചെയറിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. പേഷ്യൻ്റ് അന്ന് മരുന്നെടുത്ത് നേരെ അവർ വേറെ ഏതോ ട്രീറ്റ്മെൻറ്റ് എടുത്തു. പലയിടത്ത് കറങ്ങി പല മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്തു. അവസാനമാണ് പിന്നെയും ഒരു റുമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നത്. ഈ ഒരു ഡിലേ എന്തുകൊണ്ട് നടന്നു, അതാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, പേഷ്യൻ്റെ ഫോർസൈറ്റ് ഓഫ് ദി അസുഖം. ഇത് റുമറ്റോയ്ഡ് ആണ്, വാദമാണ്. ഇതിന് വാദത്തിന് വേറെ പല ട്രീറ്റ്മെൻറ്റ് കാണും, ഡയറ്റ് എടുത്താൽ ശരിയാവും, അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണം എന്നിവ പല കാരണങ്ങൾ, അല്ലെങ്കിൽ വേറെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇംഗ്ലീഷ് മരുന്നുകൾ വേണ്ട, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം, തടവൽ, തിരുമ്മൽ, ഈ എണ്ണ ഉപയോഗിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇതിനുള്ള കുറച്ച് ഡയഗ്നോസ്റ്റിക് ഒരു പ്രോബ്ലംസ് വരുന്നത്. പക്ഷേ ഈ ഒരു ഡയഗ്നോസ്റ്റിക് മാനേജ്മെൻറ്റിലൊരു ഇഷ്യൂസ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം കൊണ്ട് സഫർ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ പേഷ്യൻ്റാണ് ഈ പ്രാവശ്യം വീൽ ചെയറിൽ വന്നപ്പോൾ ആ കൊച്ചിൻ്റെ കൈ ഇപ്പോൾ നേരത്തെ 12-13 വയസ്സ് കണ്ട പേഷ്യൻ്റ് ഇപ്പോൾ 15-16 വയസ്സ്. ഇപ്പം കൈ ഭയങ്കര സ്റ്റിഫാണ്, കൈ അനങ്ങുന്നില്ല, കാല് മുട്ട് വളഞ്ഞിരിക്കുകയാണ്, തീർത്തും നടക്കാൻ പറ്റാത്തൊരു സ്ഥിതി. അതിന് ഹൂസ് ടു ബി ബ്ലെയിംഡ്? ആരാണ് ബ്ലെയിം ചെയ്യാനുള്ളത്? ആ പേരൻസ് ആണോ, അല്ല കുഞ്ഞാണോ, എടുത്ത ട്രീറ്റ്മെൻ്റ് ആണോ? പ്രോബ്ലി നമ്മുടെ ഒരു അറിവ് പോരാന്നുള്ളതാണ് തന്നെയാണ് അത് കാണിക്കുന്നത്. വേറൊരു ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ പുതിയ പേഷ്യൻസും വരുന്നുണ്ട്. റുമറ്റോളജിസ്റ്റിനെ തേടി പുതിയ പേഷ്യൻസും വരുന്നുണ്ട്. അന്നേരം ആക്ച്വലി ഇതിൻ്റെ അറിവ് നേടുന്നതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്.